ഇത്രമാത്രം സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു കഴിവ് കത്തോലിക്ക സഭയ്ക്ക് പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ടീമുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു പിഞ്ചു കുഞ്ഞിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോഴിക്കുഞ്ഞിന്റെ അമ്മ മുട്ടത്തോടല്ല തള്ളക്കോഴിയാണ്. അവർ പറയുന്നത് മുട്ടത്തോടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ട്. ഈയിടയ്ക്ക് കോയമ്പത്തൂര് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നിടയ്ക്ക് വന്നിട്ട് ചോദിച്ചു, ബ്രദറെ, ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരിയധികം പെന്തക്കോസ്തക്കാരുണ്ട്. പ്രത്യേകിച്ച് ആളുടെ അമ്മാവന്റെ മക്കളൊക്കെ പെന്തക്കോസ്ത സഭയിലാണ്. പക്ഷെ അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് സാധിക്കുന്നില്ല. അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ കോഴി കുഞ്ഞിനെ നമ്മൾ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നു, അതിനെ വളർത്തുന്നു. ആ കോഴിക്കുഞ്ഞ് വന്ന മുട്ടത്തോടിനെ അത് വേസ്റ്റായിട്ട് നമ്മൾ പുറന്തള്ളുന്നു. അവർ പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം ഇതുപോലെയാണ്. യേശു ഭൂമിയിലോട്ട് കടന്നു വരാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോൾ അതിന് ഇത്ര വലിയ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം മുട്ടത്തോട് പോലെയാണെന്നാണ് അവർ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയം ഒരു മുട്ടത്തോട് മാത്രമാണെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തെ ഇങ്ങനെ അമലോത്ഭവമാക്കിയിട്ടും നിത്യകന്യകയാക്കിയും ഇങ്ങനെ സ്വർഗാരോഗ്യതയാക്കിയും ഇങ്ങനെയൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മൾ കത്തോലിക്കൽ പറയുന്നതാണ്. പക്ഷെ അതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പെന്തക്കോസ്ത സഭക്കാർക്ക് ആവശ്യമുള്ള ഒരു മറുപടി നമുക്ക് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇനി അവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിലും കത്തോലിക്കരായി നമുക്കത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധ കന്യാമറിയം മുട്ടത്തോടാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഒരു കോഴി മുട്ടയിട്ടു. ആ കോഴിയുടെ മുട്ട അടവെച്ച് കഴിയുമ്പോൾ 21 ദിവസം കഴിയുമ്പോൾ ആ മുട്ട വിരിയുന്നു. പൂവൻ കൊത്തിയ മുട്ടയാണെങ്കിൽ അത് വിരിയുന്നു. ആ വിരിഞ്ഞു കഴിയുമ്പോൾ മുട്ടത്തോട് നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. അത് വേസ്റ്റായിട്ട് എടുത്ത് ദൂരക്കളയും. ശരിയാണ്, സത്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോഴിക്കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് ഈ കോഴിമുട്ടയാണോ അതോ മുട്ടയിട്ട തള്ളക്കോഴിയാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കിൻഡർഗാർട്ടൻ ക്വസ്റ്റ്യൻ ആണ് ഇവർ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു ആൻസറാണിത്. ഒരു കോഴിക്കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് ആ മുട്ടയിട്ട തള്ളക്കോഴിയാണ്, അല്ലാണ്ട് മുട്ടത്തോടല്ല. അപ്പം പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്ന ഒരു മുട്ടത്തോടായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം യേശുക്രിസ്തുവിനെ പ്രസവിച്ചതാണ് പരിശുദ്ധ കന്യാമറിയം. അപ്പൊ കോഴിക്കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് മുട്ടത്തോടല്ല, മുട്ടയിട്ട തള്ളക്കോഴിയാണ്. അപ്പൊ ഈ കോഴിമുട്ടയും കോഴിക്കുഞ്ഞും തമ്മിൽ എന്താണ് ബന്ധം? പ്രിയമുള്ള, ഒരു കോഴിക്കുഞ്ഞും കോഴിമുട്ടയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ അമ്മ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്. എന്നാൽ നമ്മൾ എവിടെയാണ് കിടന്നിരുന്നത് 9 മാസം? അമ്മയുടെ യൂട്രസിന്റെ ഉള്ളിലാണ്. എന്ന് വെച്ചാൽ കോഴിയുടെ കോഴിമുട്ട എന്ന് പറയുന്നത് പോലെ നമ്മളെ 9 മാസം ഈ അമ്മയുടെ ഉദരത്തിൽ ഏറ്റവും സുരക്ഷിതമായി ദൈവം കരുതിക്കൂട്ടി വെച്ചത് ഈ യൂട്രസിന്റെ ഉള്ളിലാണ്. അല്ലെ, ആമാശയത്തിന്റെ ഉള്ളിലായിരുന്നെങ്കിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പമാണ് കിടക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം നമുക്കറിയാം ഭക്ഷണത്തോടൊപ്പം വിസർജിക്കപ്പെടും, നമ്മൾ ഔട്ടാവും. എന്നാൽ അതൊന്നും ഇല്ലാതെ ഈ വളർന്നു വരാൻ വേണ്ടി ഓരോ സെക്കൻഡും വളർന്ന് ദിവസങ്ങൾ മാസങ്ങൾ വളരാൻ വേണ്ടി ഏറ്റവും അമ്മയുടെ ഉദരത്തിലെ സുരക്ഷിതമായ ഒരു സ്ഥലം, അതൊരു മുട്ടത്തോട് പോലെ യൂട്രസ് അതിന്റെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അമ്മ യൂട്രസ് അല്ല. ഇപ്പൊ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് വർഷങ്ങളായി. പക്ഷേ എന്റെ അമ്മ മരിച്ചു പോയിട്ടില്ല. എനിക്ക് എന്റെ അമ്മയുണ്ട്. യൂട്രസ് റിമൂവ് ചെയ്തു. ഞാൻ കിടന്നത് യൂട്രസിന്റെ അകത്താണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമുക്ക് കോഴിയെ കറക്കാൻ പറ്റത്തില്ല. പശുവിനെ നമുക്കറിയാം കറക്കാൻ പറ്റും, പക്ഷെ പശു മുട്ടയിടാറില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഒരു കോഴിമുട്ട പുഴുങ്ങി തിന്നണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പശുവിനെ കറക്കുന്ന പോലെ കറന്നെടുക്കാനായിട്ട് പറ്റത്തില്ല. അത് നമുക്ക് അതിന് മുട്ടത്തോട് വേണം. അല്ലെങ്കിൽ അട വെക്കണമെങ്കിൽ എന്ത് വേണം? മുട്ടത്തോട് വേണം. പശു ഒരിക്കലും മുട്ടയിടാത്തത് കൊണ്ട് പശുവിന് അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മുടെ അമ്മയുടെയൊക്കെ പോലെ തന്നെ അതിന് ഒരു യൂട്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോഴിമുട്ടയുടെ പോലെ തന്നെ കുഞ്ഞ് സുരക്ഷിതമായി കിടക്കാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു കോഴിക്കുഞ്ഞിനെ നമുക്ക് വീണ്ടും ഒരു മുട്ടയിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കവറിങ് വേണം, ഈ മുട്ടത്തോട് വേണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഴിയുടെ അടിയിൽ അടവെക്കാൻ പറ്റുള്ളൂ. കാരണം അത് പശുവിന്റെ പാല് പോലെ സംവിധാനമല്ല. അപ്പം ആ മുട്ടത്തോടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അങ്ങനെ അടവെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? നമുക്കറിയാം, മഞ്ഞയും വെള്ളയും അത് ഒഴുകിപ്പോകും. പ്രിയമുള്ളവരെ, ഈ മുട്ടത്തോടെന്ന് പറയുന്നത് ഈ
കോഴിക്കുട്ടീനെ അല്ലെങ്കിൽ ഈ നമുക്ക് മുട്ട പുഴുങ്ങി തിന്നണമെങ്കിൽ അതിനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന അതിന്റെ ഒരു കവറിങ് മാത്രമാണ് മുട്ടത്തോടെന്ന് പറയുന്നത്. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ലെവലിൽ, മുട്ടത്തോടിന്റെ ലെവലിൽ ഒരിക്കലും പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം മുട്ടത്തോട് കോഴിക്കുഞ്ഞിന്റെ അമ്മയല്ല, പക്ഷേ യേശു ക്രിസ്തുവിന്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. യേശു കിടന്നത് മറിയത്തിന്റെ യൂട്രസിന്റെ ഉള്ളിലാണ്. യൂട്രസിനെ ആരും അമ്മ എന്ന് വിളിക്കാറുമില്ല. ഇത്രമാത്രം സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു കഴിവ് കത്തോലിക്ക സഭയ്ക്ക് പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ടീമുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു പിഞ്ചു കുഞ്ഞിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോഴിക്കുഞ്ഞിന്റെ അമ്മ മുട്ടത്തോടല്ല തള്ളക്കോഴിയാണ്. അവർ പറയുന്നത് മുട്ടത്തോടാണ്, ഇപ്പോഴും അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ മനസ്സിലാക്കുക, ഈ പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്നത് ഒരു മുട്ടത്തോടിന്റെ ഒരു അവസ്ഥയല്ല. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് യോഹന്നാൻ 19:26 കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നൽകിയത്, പരിശുദ്ധ കന്യകാമറിയത്തെ നൽകുമ്പോൾ കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ നോക്കിക്കൊണ്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, മറിയത്തെ കൂടെ നോക്കിക്കൊണ്ട് പറയുവാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ വിളിച്ചിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ എന്ന് പറയുകയാണ്. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറിയത്തോട് പറയുന്നത്. എന്നാൽ യോഹന്നാനോട് പറയുവാണ്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടല്ല കാണേണ്ടത്, സഭയുടെ മുഴുവൻ പ്രതിനിധിയാണ്, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതിനിധിയാണ്. ശരിക്കും ഇത് പത്രോസാകുന്ന നമ്മുടെ മാർപ്പാപ്പയെ പത്രോസിനോട് പറയേണ്ടതാണ്. പത്രോസ് പോയിരിക്കുകയാണ്, ഗസമേ നോട്ടത്തിൽ വെച്ച് ഓടിയതാണല്ലോ ബാക്കി ടീമുകളെല്ലാം. യോഹന്നാൻ മാത്രമേ പിലാത്തോസിന്റെ പുറത്തോറി വഴി വന്നുള്ളൂ. അപ്പൊ ഈശോ തലചായ്ച്ച് ജീവൻ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈശോയ്ക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് നിൽക്കുന്നത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സഭയുടെ പ്രതിനിധിയായ, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതിനിധിയായ യോഹന്നാനോട് ഈശോ പറയുവാണ്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. എന്നാൽ ഈശോ ആദ്യമേ പറഞ്ഞത് എന്താണ്? സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നാണ്. എന്നാൽ അതുപോലെ തന്നെ തിരിച്ചാ ഈശോയ്ക്ക് അതുപോലെ തന്നെ ആ വാക്ക് ഉപയോഗിക്കായിരുന്നല്ലോ. ഈശോ മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചതുപോലെ തന്നെ യോഹന്നാനോടും പറയായിരുന്നു, അല്ലെ സഭയുടെ പ്രതിനിധി, മനുഷ്യവർഗത്തിന്റെ പ്രതിനിധി നിൽക്കുന്ന യോഹന്നാനെ, നീ മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മുട്ടത്തോടിനെ പോലെ കണ്ടാൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഈശോ അങ്ങനെയല്ല പറഞ്ഞത്. മനുഷ്യവർഗമേ, സഭയുടെ പ്രതിനിധികളെ, നിങ്ങൾ ഞാൻ വിളിക്കുന്ന പോലെ, ദൈവം വിളിക്കുന്ന പോലെ മറിയത്തെ നിങ്ങൾ കാണരുത്, നിങ്ങൾ അമ്മയായിട്ട് തന്നെ കാണണം, അമ്മ എന്ന് തന്നെ വിളിക്കണം. പ്രിയമുള്ളവർ, ഇത്രമാത്രം ഗൗരവമാണ് ഈശോ മരിക്കുന്നതിന് മുമ്പ്, തലചായ്ക്കുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞത്. അതത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് പോലെ പറയാതെ, നമ്മൾ പാപികളാണ്, നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നത്, അന്ധത ബാധിച്ച നമ്മള് പ്രിയമുള്ളവരെ സംസാരിക്കുമ്പോൾ, അല്ലെ അന്ധനെ നയിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ ഓരോ സുവിശേഷങ്ങളൊക്കെ പറയുമ്പോൾ. അതിന്റെ ആഴങ്ങളിലേക്ക് പലപ്പോഴും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശോ കുരിശിൽ കിടന്ന് അവസാനം പറഞ്ഞ വാക്കുകളാണെന്നുള്ള ബോധ്യത്തോടെ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഈശോ കുരിശിൽ നിന്ന് നമുക്ക് നൽകിയ അമ്മയെ അതുപോലെ നമുക്ക് സ്വീകരിക്കാം. അതുപോലെയാണ് അപ്പസ്തോലന്മാരും ഈ അമ്മയെ സ്വീകരിച്ചത്. അതുപോലെ നമുക്കും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വലിയ കൃപ, അനുസരിക്കുന്നത് വഴിയുള്ള അനുഗ്രഹം നമുക്ക് മറിയത്തെ പോലെ, വിശുദ്ധരെ പോലെ നമുക്ക് സ്വന്തമാക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയച്ചനെയൊക്കെ പോലെ, വിശുദ്ധ പാതിരാപ്പിയെ പോലെയൊക്കെ പരിശുദ്ധ കന്യാമറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് വലിയ അനുഗ്രഹത്തിന്, സ്വർഗത്തിന്റെ അവകാശികളായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.